ഹായ് ഗായ്സ്, എൻ്റെ പേര് മുഹമ്മദ് ഫസീൽ. ഞാനിവിടെ ഡോപ്പയിലെ മെൻറ്ററാണ്. ഞാൻ കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ തേർഡ് ഇയർ മെഡിക്കൽ സ്റ്റുഡൻ്റാണ്. 2018 നീറ്റ് എക്സാമിലൂടെയാണ് ഞാനിവിടെ എത്തിയത്. അപ്പം ഇത്തവണ ഞങ്ങൾ വന്നിരിക്കുന്നത് നീറ്റ് എക്സാമിൻ്റെ ഫൈനൽ ലാപ്പിലാണ് നമ്മളിരിക്കുന്നത്. അപ്പം എന്തൊക്കെ കാര്യങ്ങളാണ് ഇപ്പോൾ നമുക്കുണ്ടാകുന്ന ടെൻഷൻസ് എന്തൊക്കെയാണ്, അതെങ്ങനെയൊക്കെ ദൂരീകരിക്കാം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പം എല്ലാവരും ചോദിച്ചു വരുന്ന ഒരു ഡൗട്ടാണ്, വളരെ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ടോപ്പിക്സ് അല്ലെങ്കിൽ വളരെ ഈസി ആയിട്ടുള്ള ടോപ്പിക്സ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഒരു ദിവസത്തെ ടൈം ടേബിൾ ഉണ്ടാക്കുമ്പോൾ മിക്കവാറും പേരൊക്കെ ഒരു ടൈം ടേബിൾ ഉണ്ടാക്കി അല്ലെങ്കിൽ ഒരു പ്ലാനിങ് നടത്തിയിട്ട്, ഒരു ഫിക്സഡ് ടൈം ടേബിൾ ഇല്ലെങ്കിൽ പോലും ഒരു പ്ലാനിങ് നടത്തിയിട്ടാണ് അവർ പഠിക്കാൻ തുടങ്ങുന്നത് എല്ലാ ദിവസവും. അപ്പോൾ ഇങ്ങനെ ഒരു പ്ലാനിങ് നടത്തുമ്പം എങ്ങനെ ആയിരിക്കണം നമ്മുടെ ടൈം ടേബിൾ, നമ്മൾ ഡെയിലി ഒരു ഇത്ര ടാസ്ക് അല്ലെങ്കിൽ ഒരു ടു ഡു ലിസ്റ്റ് ഉണ്ടാക്കുമ്പോൾ അതെങ്ങനെ ആയിരിക്കണം എന്നുള്ള ഇതിനെപ്പറ്റി ഒരു ഐഡിയ നമുക്കില്ലാതിരിക്കാം. അപ്പോൾ അതെങ്ങനെ ചെയ്യാം എന്നുള്ളതിനെ പറ്റിയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പം ഇതിന് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല സ്ട്രാറ്റജി എന്ന് പറയുന്നത് നമ്മുടെ പ്രൈം ടൈം കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ ഓരോരുത്തർക്കും നമ്മുടെ മാക്സിമം അറ്റൻഷൻ സ്പാൻ അല്ലെങ്കിൽ മാക്സിമം ഫോക്കസ് ഉള്ള ഒരു സമയം ഉണ്ടായിരിക്കും. ചിലർക്കത് വളരെ രാവിലെ ആയിരിക്കാം, അല്ലെങ്കിൽ ചിലർക്കത് വളരെ രാത്രി വളരെ വൈകി, ചിലപ്പോൾ അർദ്ധരാത്രിയൊക്കെ ആയിരിക്കാം. നൈറ്റ് ഔൾസ് ഉണ്ടാവാം, അല്ലെങ്കിൽ ഏർലി ബേർഡ്സ് ഉണ്ടാവും. ഇങ്ങനെയുള്ള പല രീതിയിലുള്ള സ്റ്റഡി പാറ്റേൺസ് ഉള്ള ആളുകളുണ്ടാവും. എന്തായാലും നമുക്കറിയാം നമ്മുടെ മാക്സിമം അറ്റൻഷൻ സ്പാൻ, നമ്മുടെ മാക്സിമം ഫോക്കസ് ഉള്ള സമയം ഏതാണ്. അപ്പോൾ നമുക്ക് ഏറ്റവും നന്നായിട്ട് ശ്രദ്ധിക്കാനും ഏറ്റവും നന്നായിട്ട് ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാനും ഏറ്റവും നല്ല റിസൾട്ട് ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു സമയമുണ്ടല്ലോ, ആ സമയം ഏതാണെന്ന് കണ്ടെത്തിയിട്ട് ആ സമയം ഏറ്റവും ഡിഫിക്കൽട്ടായിട്ട് നമുക്ക് തോന്നുന്ന ടോപ്പിക്സോ ചാപ്റ്റേഴ്സോ ഒക്കെ ആ സമയത്ത് അലോട്ട് ചെയ്യാം. അപ്പം ഈ സമയത്ത് ഇങ്ങനെയുള്ള സംഭവങ്ങൾ അലോട്ട് ചെയ്ത് കഴിയുമ്പം ആ സമയത്ത് നമ്മൾ ചെയ്ത് തീർക്കുമ്പോൾ നമുക്ക് മൊത്തത്തിലൊരു ഫീലിംഗ് ഓഫ് വെൽബീയിങ് അല്ലെങ്കിൽ ഒരു ഫീലിംഗ് ഓഫ് സാറ്റിസ്ഫാക്ഷൻ കിട്ടും. അപ്പോൾ ഈ സാറ്റിസ്ഫാക്ഷൻ നമുക്ക് കൂടുതൽ ടോപ്പിക്സ് അല്ലെങ്കിൽ കൂടുതൽ തലേന്ന് കവർ ചെയ്തതിനേക്കാളും കൂടുതൽ ടോപ്പിക്സ് കവർ ചെയ്യാനും അല്ലെങ്കിൽ കൂടുതൽ ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യാനൊക്കെ ഉള്ളൊരു മോട്ടിവേഷൻ തരും. അപ്പം അത് കഴിഞ്ഞിട്ട് പിന്നെ വരുന്ന സമയം, അതായത് നമുക്ക് വലിയ ഫോക്കസ് ഇല്ലാത്ത അല്ലെങ്കിൽ നമുക്ക് ഉറക്കം വരുന്ന സമയം, ഇങ്ങനെയുള്ള സമയത്തൊക്കെ നമുക്ക് നന്നായിട്ട് ഇൻട്രസ്റ്റ് ഉള്ള ടോപ്പിക്സ്, ഇപ്പോൾ NCERT ബയോളജി ആയിരിക്കാം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വായിക്കാനും ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യാനും ഉപയോഗിക്കാം. പിന്നെ ചെയ്യാവുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങളെല്ലാവരും മിക്കവാറും പേരൊക്കെ ഫോളോ ചെയ്യുന്ന മെത്തേഡായിരിക്കാം പോമഡോറോ മെത്തേഡ് എന്ന് പറയുന്നത്. അതായത് നമ്മുടെ അറ്റൻഷൻ സ്പാൻ ഇത്ര സമയമായിരിക്കും. ചിലർക്കൊരു 2 മണിക്കൂറോ 3 മണിക്കൂറോ അല്ലെങ്കിൽ 4 മണിക്കൂറൊക്കെ ഒറ്റ സ്ട്രെച്ചിൽ ഇരുന്ന് വായിക്കാൻ കഴിവുള്ള ആളുകളുണ്ടായിരിക്കാം. പേഴ്സണലി ഞാൻ കുറച്ച് അറ്റൻഷൻ സ്പാൻ കുറഞ്ഞ ആളായിരുന്നു. അപ്പോൾ ഒരു 45 മിനിറ്റ് 50 മിനിറ്റ് ഒക്കെ ആകുമ്പോഴേക്കും ആ സബ്ജക്റ്റ് അല്ലെങ്കിൽ ചെയ്യുന്ന ജോലി എന്താണോ അത് ബോറടിച്ച് തുടങ്ങും. അപ്പം നമുക്ക് അങ്ങനെയുള്ള ആളുകൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് പറയുന്നത്, ഇങ്ങനെയുള്ള ഷോർട്ട് സ്പാൻസ് ഓഫ് അറ്റൻഷൻ ഉണ്ടല്ലോ നമുക്ക് കിട്ടുന്ന, അങ്ങനെയുള്ള സമയത്ത് പരമാവധി വർക്ക് ചെയ്യുക. അങ്ങനെ നമ്മുടെ അറ്റൻഷൻ എപ്പോഴാണോ വെയിൻ ഓഫ് ചെയ്യാൻ തുടങ്ങുന്നത് ആ സമയത്ത് ഒരു ചെറിയ ബ്രേക്ക് അല്ലെങ്കിൽ ചെറിയ റിലാക്സേഷൻ ടൈം എടുക്കുക. ഒരു 5 മിനിറ്റോ 10 മിനിറ്റിൻ്റെ ഒരു ബ്രേക്ക് എടുക്കുക. ആ സമയത്ത് നമുക്ക് വേണമെങ്കിൽ NCERT ബയോളജി വായിക്കുകയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും റിക്രിയേഷനിൽ എപ്പോഴൊക്കെ ചെയ്യാം. പക്ഷേ ഈ ഒരു 50 മിനിറ്റ് 10 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 30 മിനിറ്റ്സ് 10 മിനിറ്റ്സ് അങ്ങനെയുള്ള ഒരു ഇടവേളകളെടുത്ത് 10 മിനിറ്റ് റെസ്റ്റ് എടുക്കുന്നു, ഒരു 50 മിനിറ്റ് പഠിക്കുന്നു, അങ്ങനെയുള്ള ഒരു സിസ്റ്റം പരീക്ഷിച്ച് നോക്കാം. അത് മിക്കവാറും പേരെല്ലാം ചെയ്യുന്നുണ്ടാവാം, അറിയാത്തവർക്കായി പറഞ്ഞതാണ്. പിന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ ഡിഫിക്കൽട്ട് ടോപ്പിക്സ് ഈസി ടോപ്പിക്സ് എന്ന് പറയുന്ന ഒരു കാറ്റഗറി എന്ന് നമ്മൾ പറയുന്നുണ്ടെങ്കിൽ പോലും എല്ലാറ്റിനും ഒരേ വെയിറ്റേജ് ആണെന്ന് അറിഞ്ഞിട്ട് എല്ലാറ്റിനും ഓൾമോസ്റ്റ് ഈക്വൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കാൻ ശ്രമിക്കാം. ഡിഫിക്കൽട്ട് ടോപ്പിക്സിൽ ഒരുപാട് സമയം ചിലവഴിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഈസി ടോപ്പിക്സ് നമുക്ക് ഒരുപാട് മിസ്സായി പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഡിഫിക്കൽട്ട് ടോപ്പിക്സ് എത്ര തന്നെ ഡിഫിക്കൽട്ട് ആണെങ്കിൽ പോലും അതിൽ നിന്ന് കിട്ടുന്ന മാർക്കിന് ഒരു പരിധിയുണ്ട്. അത്ര മാർക്കേ നമുക്ക് നീറ്റിന് അല്ലെങ്കിൽ അത്ര ക്വസ്റ്റ്യൻസ് നീറ്റിന് വരൂ. അപ്പോൾ നമ്മൾ അതിൽ എത്ര സമയം ചിലവഴിച്ചാലും ഈസി ടോപ്പിക്സ് എല്ലാം അല്ലെങ്കിൽ ഈസി ക്വസ്റ്റ്യൻസ് എല്ലാം മിസ്സായി കഴിഞ്ഞാൽ അത് ശരിക്കും നഷ്ടം തന്നെയാണ്. നമ്മുടെ റാങ്കിന് അത് നന്നായിട്ട് ബാധിക്കും. അപ്പം എല്ലാറ്റിനും ഈക്വൽ ഇമ്പോർട്ടൻസ് ആണെന്ന് മനസ്സിലാക്കിയിട്ട് എല്ലാ ക്വസ്റ്റ്യൻസിനും ഈക്വൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കാൻ ശ്രമിക്കുക. നമുക്ക് ഏറ്റവും അറ്റൻഷൻ സ്പാൻ ഉള്ള സമയം ഏതാണെന്ന് കണ്ടെത്തി ആ സമയത്ത് മാക്സിമം എഫേർട്ട് എടുക്കാൻ ശ്രമിക്കുക. എല്ലാവർക്കും നല്ല റിസൾട്ട് കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു. ഓൾ ദ ബെസ്റ്റ്.